തിന്മയെ നന്മയെന്ന് വിളിക്കുന്നതായ ഒരു കാലഘട്ടം എനിക്ക് സ്വർഗം കാണിച്ചു തന്നിരുന്നു. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നവ തന്നെ. എന്നാൽ സഭ തകർക്കപ്പെടുകയില്ല. യഥാർത്ഥ സഭയിൽ നിന്ന് അനേകർ കൊഴിയുമെങ്കിലും പ്രതിസന്ധികൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമൊടുവിൽ ഒളിമങ്ങാത്ത സഭ ശോഭയോടെ ശേഷിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഹിൽഡെഗാർഡിലൂടെ നമുക്ക് നൽകപ്പെട്ട ഈ പ്രവചന ദൂതുകൾ നമുക്കും ഏറ്റെടുക്കാം. അടുത്തതായി വിശുദ്ധയായ അമ്മ ത്രേസ്യയാണ്. അമ്മയ്ക്ക് എന്താണ് അമ്മയുടെ മക്കളായ ഷെക്കേന പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പിശാചിന്റെ കെണികളെ പറ്റിയും ഭൂമിയിൽ ഞാൻ നേരിട്ട അവന്റെ പരീക്ഷണങ്ങളെ പറ്റിയുമാണ്. പിശാചുക്കളുടെ ഉപദ്രവം മൂലം നിരന്തരമായി ഞാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അവൻ പലവിധങ്ങളിൽ എനിക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. വളരെ മ്ലേച്ഛകരമായിരുന്നു ആ രൂപം. അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ ജ്വാല പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി. ഒരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്ന വൈദികന്റെ തൊണ്ടയിൽ കൊമ്പുകൾ വച്ചിരിക്കുന്ന 2 പിശാചുക്കളെ ഞാൻ കണ്ടു. ഒരിക്കൽ 5 മണിക്കൂറോളം നീണ്ടുനിന്ന പൈശാചിക പീഡ എനിക്കുണ്ടായി. ആ മണിക്കൂറുകളെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് പോലും ഞാൻ ഭയന്നു നിൽക്കാനേ എന്റെ ചുറ്റുമുണ്ടായിരുന്ന സഹസന്യാസിനിമാർക്ക് സാധിച്ചുള്ളൂ. ഈ സമയമെല്ലാം ക്രൂശിത രൂപം ഉയർത്തിപ്പിടിച്ചും വിശുദ്ധജലം തളിച്ചുമാണ് ഞാൻ സാത്താന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചു നിന്നത്. പലവട്ടം നരകത്തിന്റെ ഭീകരമായ ദർശനങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. നരകത്തിൽ ആത്മാക്കൾ അനുഭവിക്കുന്ന കൊടും യാതനകൾ കണ്ടപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ വേദനകൾ പോലും സഹനീയമാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ കഷ്ടതകളോടും എതിർപ്പുകളോടുമുള്ള ഭയം തന്നെ എനിക്കില്ലാതായി. എനിക്ക് പറയാനുള്ളത് ഇതാണ്: ദൈവം കൂടെയുള്ളപ്പോൾ തിന്മയുടെ ശക്തികൾക്ക് നമ്മെ ഒന്നും ചെയ്യാനാവില്ല. നരകം തന്നെയും ഇളകി നമ്മുടെ നേരെ വരുന്നെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട. യാതൊന്നും നിങ്ങളെ ചഞ്ചലചിത്തരാക്കാതിരിക്കട്ടെ. എല്ലാം കടന്നുപോകും. മാറ്റമില്ലാത്തവനായി ദൈവം മാത്രമേയുള്ളൂ. ദൈവത്തെ സ്വന്തമാക്കുന്നവർക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. ദൈവം മാത്രമാണ് ആദ്യവും അവസാനവും. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഈ ഒരു ആത്മീയ ധീരത നമുക്കും ഏറ്റെടുക്കാം. അടുത്തതായി നമുക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വിശേഷങ്ങൾ ചോദിക്കാം. നമുക്കറിയാം, ആഗോള മിഷന്റെ മധ്യസ്ഥയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഈശോയുടെ കയ്യിലെ ഒരു കുഞ്ഞു കളിപ്പന്തെന്ന് സ്വയം വിശേഷിപ്പിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യക്ക് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്?